റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിൽ ഒപ്പം ചേരുന്നു ഞാൻ സുമൻ. എന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാറുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഹാദേവൻ പിള്ള സാറ് കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം റേസ് ടു സക്സസിലേക്ക്. സാർ സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. 1-2 മാസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളത് അറിയുന്നുണ്ട്. അപ്പോൾ അത് ആരംഭിച്ചു, പുതിയൊരു ബാച്ച് തന്നെ അതിനായിട്ട് എത്തി. ശരിക്കും എൻജിനീയറിംഗ് ഫീൽഡിലാണ് ഈ ഒരു 4 വർഷം ഉള്ളത്. ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളിലും സാധാരണ നമ്മൾ BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി എന്ന് അങ്ങനെ പറയുന്ന ഡിഗ്രി കോഴ്സുകളിലും ഇപ്പോൾ 4 വർഷമാക്കിയിരിക്കുകയാണ്. ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലർ പറയുന്നു നല്ലതാണ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് അത്ര നല്ലതായില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും കുട്ടികൾക്ക് എന്ന് പറയുന്നു. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇത്രയധികം കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുള്ള അനുഭവത്തിൽ ഈ 4 വർഷ ഡിഗ്രി കോഴ്സുകൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഡിഗ്രി കോഴ്സുകൾ 4 വർഷമാകുമെന്ന് നമുക്ക് 4 വർഷം മുന്നേ അറിയാമായിരുന്നു. കാരണം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP അത് 2020 നിലവിൽ വന്നത്. 2020 പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പോൾ അതിനകത്തുള്ളൊരു കൃത്യമായ നിർദ്ദേശമാണ് ഡിഗ്രി കോഴ്സുകളൊക്കെ 4 വർഷമാക്കണമെന്ന്. അതിനൊരു കാരണം പല രാജ്യങ്ങളിലും ബിരുദ കോഴ്സുകൾ 4 വർഷമാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള പല ഉടമ്പടികളും, വാഷിംഗ്ടൺ അക്കോർഡ്, ടോക്കിയോ അക്കോർഡ്, അങ്ങനെയുള്ള ഉടമ്പടികൾ 4 വർഷ ബിരുദത്തിനാണ് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബിരുദാനന്തര ബിരുദ കോഴ്സ് പല രാജ്യങ്ങളിലും 1 വർഷം ഉള്ളതുണ്ട്, 1.5 വർഷം ഉള്ളതുണ്ട്, 2 വർഷം ഉള്ളതുണ്ട്, 3 വർഷം ഉള്ളതുണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷേ 4 വർഷ ബിരുദവും അതിൻ്റെ കൂടെ 1 വർഷവും കൂടെ ചേർത്ത് 5 വർഷം ഇൻ്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദം, ഇൻ്റഗ്രേറ്റഡ് PG, അതും ലോകത്താകമാനമുള്ള ഒരു രീതിയാണ്. അത് ഇന്ത്യയിൽ തന്നെ ചില സ്ഥാപനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു. ബിരുദം 3 വർഷമായിരുന്നപ്പോഴും ബിരുദത്തിന് ശേഷം 2 വർഷം PG ഉള്ളപ്പോഴും 3ഉം 2ഉം 5 വർഷം കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് നടത്തുന്ന ചില സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇനി ചില ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളിൽ 5 വർഷം കൂടാതെ 4 വർഷം കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് PG ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ചില കോഴ്സുകൾ. 3 വർഷത്തെ ഡിഗ്രിയുടെ കൂടെ 1 വർഷം കൂടെ ചെലവഴിച്ചാൽ 4 വർഷം ഇൻ്റഗ്രേറ്റഡ് PG ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് ബിരുദ കോഴ്സുകൾ കഴിയുന്നതും 4 വർഷമാക്കണമെന്നാണ്. അപ്പോൾ അതിപ്പോൾ കേരളത്തിൽ ഒന്നുകൂടെ അതിനെ പരിഷ്കരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 3 വർഷത്തെ ബിരുദം കൊടുക്കുകയും അത് കൂടാതെ 1 വർഷം കൂടെ പഠിച്ചാൽ 4 വർഷം കഴിഞ്ഞിട്ട് ഡിഗ്രി വിത്ത് ഓണേഴ്സ് ഡിഗ്രി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. വളരെ പണ്ട് 19 കൊല്ലം മുമ്പ് ഓണേഴ്സ് ഡിഗ്രി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഓണേഴ്സ് ഡിഗ്രി ബിരുദാനന്ദ ബിരുദത്തിന് തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. അന്ന് ഓണേഴ്സ് ഡിഗ്രി പാസ്സാകുന്നവർക്ക് കോളേജുകളിൽ പഠിപ്പിക്കാമായിരുന്നു. അപ്പോൾ അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഈക്വലന്റ്. ഇപ്പം ചില കോളേജുകൾ, ഇപ്പോൾ എന്നെ IIT ബോംബെയിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷൻ BE ഓണേഴ്സാണ്. BE ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ME അല്ലെ MTech തുല്യമായ ഒരു ബിരുദമായിരുന്നു. അദ്ദേഹം ഡോക്ടറേറ്റും എടുത്തിട്ടില്ലായിരുന്നു, അദ്ദേഹത്തിന് അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് IIT പ്രൊഫസർക്ക് ഡോക്ടറേറ്റ് ഇല്ല, പക്ഷേ അദ്ദേഹം നിരവധി PhD കാൻഡിഡേറ്റ്സിനെ ഗൈഡ് ചെയ്യുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. ലോക സമ്മതി നേടിയ പബ്ലിക്കേഷൻസ് ഉള്ളവരെ അവരുടെ പബ്ലിക്കേഷൻസിനെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് PhDക്ക് തുല്യമായ പദവികൾ കൊടുക്കാം. PhD കിട്ടില്ല, പദവികൾ കൊടുക്കാം. അത് പല യൂണിവേഴ്സിറ്റികളിലും നിലവിലുണ്ട്. പിന്നീട് കോഴിക്കോട് സർവകലാശാലയുടെ ഡീനായിട്ട് ചുമതലയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി കോഴിക്കോട് സർവകലാശാലയിലും ഇങ്ങനെ ഒരു വകുപ്പുണ്ടായിരുന്നു. അതായത് PhDക്ക് തുല്യമായ പബ്ലിക്കേഷൻസ്, ഇന്റർനാഷണലി റെപ്യൂട്ടഡ് പബ്ലിക്കേഷൻസ് ഉള്ളവരെ PhD കാൻഡിഡേറ്റ്സിനെ ഗൈഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കാം. പക്ഷെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അതാരും ചെയ്തിരുന്നതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ IIT അത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില ഇടപാടുകൾ ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറാൻ പോകുന്നത് സാർവലൗകികമായിട്ട് ഇന്ത്യയിൽ അത് മാറാൻ പോവാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഏതാണ്ട് 46,000-ഓളം കോളേജുകളുണ്ട്, 1000-ന് മേൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ 2ഉം പെടും, സ്വകാര്യ സർവകലാശാലകളും സർക്കാർ സർവകലാശാലകളും പെടും. കൂടാതെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള കുറേയധികം സ്ഥാപനങ്ങളുണ്ട്. IIT പോലുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ പെടും. അപ്പോൾ ഈ പറഞ്ഞ സെന്റേഴ്സ് ഓഫ് എക്സലൻസിൽ 2020-21 തൊട്ട് തന്നെ ഇതൊക്കെ തുടങ്ങിയിരുന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ ഏറ്റവും പുറകോട്ട് നിന്ന, മടി കാണിച്ചു നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇനി അത് പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കേരളം എത്തി. കാരണം
ഉന്നത വിദ്യാഭ്യാസം UGCയുടെ കീഴിൽ വരുന്നതാണ് ഇപ്പോഴും. അത് സെൻട്രൽ ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല. അപ്പോൾ UGC ധനസഹായം വേണമെങ്കിലും കോളേജുകൾക്ക് അപ്രൂവൽ കിട്ടണമെങ്കിലും ഇപ്പോൾ UGC മുതലായ നിരവധി അപ്രൂവിങ് ഏജൻസീസ് ഉണ്ട്. UGC, AICT, NCT, ICR. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും UGCയുടെ മാനദണ്ഡപ്രകാരമാണ് യോഗ്യതകളും ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷനും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പം നിവൃത്തിയില്ലാത്തൊരു സ്റ്റേജ് വന്നപ്പോൾ കേരളം ഇത് സ്വീകരിച്ചതാണ്. ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സ്വീകരിക്കില്ല എന്ന് കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗതിയില്ലാതെ അത് സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ സ്വീകരിക്കേണ്ടി വന്നപ്പോൾ സംഭവിച്ചത് അത് പെട്ടെന്ന് സ്വീകരിച്ചിട്ട് ചിടപെടാന്നതിനുള്ള ഒരുക്കങ്ങൾ. അപ്പോൾ ഒരു തയ്യാറെടുപ്പില്ല. 4 വർഷമായിട്ട് നമുക്ക് തയ്യാറെടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പം ചെയ്തത് ഏതാനും മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചുള്ള സിലബസ് എവിടെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സിലബസ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ചിട്ടവട്ടമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടി സിലബസ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് സിലബസ് ഉണ്ടാക്കി അത് ബോർഡ് ഓഫ് സ്റ്റഡീസ് അപ്രൂവ് ചെയ്ത് അത് ഫാക്കൽറ്റി അപ്രൂവ് ചെയ്ത് അത് അക്കാഡമിക് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് അത് വൈസ് ചാൻസലർ ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിന് അംഗീകാരമാവുന്നുള്ളൂ. അതൊന്നും ചെയ്യാനുള്ള സാവകാശം ഇതിനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് തലത്തിൽ ഇപ്പോൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ജൂലൈ 1-ാം തീയതി 4 വർഷ ബിരുദ കോഴ്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിക്കഴിഞ്ഞു. ഞാൻ കുറേ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരൊക്കെ ഇതിൽ കുണ്ഠിതപ്പെടുന്നുണ്ട്. ഇത് എന്താവുമെന്ന് അവർക്കറിയില്ല. കാരണം ഇപ്പോൾ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള സിലബസ് എല്ലായിടത്തും ഉണ്ടാക്കി കഴിഞ്ഞു. അതും ഒരു താൽക്കാലിക സിലബസാണ്. കാരണം ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നത് വെച്ചാൽ അവരിൽ ഉണ്ടായിരുന്ന 3 വർഷ സിലബസ് അങ്ങനെ തന്നെ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് 1 വർഷത്തേക്ക് ഇനി ബാക്കി കണ്ടുപിടിക്കാം, PGയിലുള്ള ടോപ്പിക്കൊക്കെ കൂടെ വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലേക്ക് ചില യൂണിവേഴ്സിറ്റികൾ മാറുന്നുണ്ട്. ഇനി അതിൽ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ ഈ കണ്ടുപിടിക്കുന്നതിൽ തന്നെ ഒരു സെമസ്റ്ററും കൂടെ 7ാമത്തെ സെമസ്റ്ററും കൂടെ കണ്ടുപിടിച്ചാൽ മതി, 8ാമത്തെ സെമസ്റ്റർ നമുക്ക് പ്രോജക്റ്റ് വർക്കോ അല്ലെങ്കിൽ ഡെസർട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിപ്തത ഇപ്പോഴും കേരളത്തിൽ ഈ 4 വർഷ കോഴ്സിന് വന്നിട്ടില്ല. പക്ഷെ അത് വരാതിരിക്കാൻ പറ്റില്ല. ഇത് പഠിപ്പിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഇപ്പം തന്നെ കോളേജ് അധ്യാപകരൊക്കെ അതിന് പരിചിതരായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ പരിചിതരായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സിലബസ് വരാം. പിന്നെ പല യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, 4ാം വർഷത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാം, ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കോഴ്സ് ക്രെഡിറ്റ് ചെയ്യാം, അന്താരാഷ്ട്ര വ്യവസായ സ്ഥാപനങ്ങളിൽ പോയി പരിശീലനം ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം പലയിടത്തും കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ക്ലിപ്തത വന്നിട്ടില്ല. അതായത് 7 സെമസ്റ്റർ പഠിച്ചതിന് ശേഷം 1 സെമസ്റ്റർ. ഇപ്പം ഞാൻ ഉത്തരേന്ത്യയിൽ സന്ദർശിച്ചിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. 1 സെമസ്റ്റർ അവർക്ക് അവിടെ നിൽക്കണ്ട, അവർക്ക് പലയിടത്തേക്കും വിട്ടുപോകാം. ഇനി ചില യൂണിവേഴ്സിറ്റികളിൽ 2 സെമസ്റ്റർ അത് അനുവദിക്കുന്നുണ്ട്. ഒരു വർഷം തന്നെ അങ്ങനെ വിട്ടുകൊടുക്കും കുട്ടികൾക്ക്. ഇപ്പം ഞാൻ പോയ ചില കോളേജുകളിലുള്ളവർ ആ 1 വർഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചില ദേശീയ സ്ഥാപനങ്ങളിൽ പോയി ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ കോഴ്സ് ക്രെഡിറ്റോ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ IIT പോയിട്ട് അല്ലെങ്കിൽ IME പോയിട്ട് അനുവദിക്കുന്ന ചില IITകളും IIM ഉണ്ട്. അവിടെ പോയി ഒരു ഫീസ് അടച്ചിട്ട് 1 വർഷം അവിടെ പഠിക്കാം. അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് 1 വർഷം അവിടെ പഠിക്കാം. അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു വ്യവസായ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ 1 കൊല്ലം പ്രവർത്തിക്കാം. ഇങ്ങനെ ചെയ്യുന്ന രീതിയും അതിപ്പോൾ തന്നെ നിലവിലുണ്ട്. NEP വരുന്നതിന് മുന്നേ തന്നെ അത് ചിലയിടത്ത് നിലവിലുണ്ട്. പക്ഷെ അതൊക്കെ അപൂർവമാണ്. ഇനി ഇതൊരു വേ ഓഫ് ലൈഫ് ആകുകയാണ്. ഇനി ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വിദ്യാഭ്യാസം വരാൻ പോവാണ്. തീർച്ചയായും ഇതിപ്പോൾ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കയറിയവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല അവർക്കും അത് പരിചിതമായിട്ട് വരാൻ തന്നെ ചിലപ്പോൾ 1, 2, 3, 4 വർഷങ്ങൾ എടുക്കും. ശരിക്കും ഈ കുട്ടികൾ ഇരയായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ടോ? കാര്യം 3 വർഷമല്ല 4 വർഷമല്ല, അവർക്ക് എങ്ങനെ പഠിക്കണം എന്നറിയില്ല, സിലബസ് പൂർത്തിയായിട്ടില്ല എന്ന് സാറ് പറയുന്നു. അപ്പോൾ ഈ ഒരു 1-2 വർഷം കയറുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ അവർക്കത് ഗുണം ചെയ്യുമോ ശരിക്കും? എന്തായാലും ഒരു കുറച്ചു കാലത്തേക്ക് ഒരു ത്രിശങ്ക് സ്വർഗത്തിലായിരിക്കും. എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ പുതിയ സിലബസ് ആക്കി. അപ്പോൾ 8ാം ക്ലാസ്സിലെ സിലബസ് ആദ്യം വന്നു, 9ാം ക്ലാസ് എത്തിയപ്പോഴാണ് അതിലേ വന്നത്, 10ാം ക്ലാസ് എത്തിയപ്പോഴാണ് അതിലേ വന്നത്. പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അടുത്ത കൊല്ലം എന്താണ് പഠിക്കേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല. ഇക്കൊല്ലം തന്നെ അവർക്ക് അന്ന് ഈ അധ്യാപക ഓറിയന്റേഷനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ അധ്യാപകർ പാഠപുസ്തകം നോക്കി പഠിപ്പിച്ചതിന് ശേഷം വേണം എങ്ങനെ പഠിപ്പിക്കണം. അന്ന് ഈ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച സ്കീമൊക്കെ സർക്കാർ കൊടുക്കുന്ന വളരെ അപൂർവമായിരുന്നു. അന്ന് അധ്യാപകർ തന്നെയായിരുന്നു ഇതൊക്കെ എഴുതിയുണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടതാണ് അന്ന് പുതിയ പാഠ്യപദ്ധതി. എന്നിട്ട് അതിലും രസകരമായ ഒരു വസ്തുത, 8ാം ക്ലാസ് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നെയാണ് അതിൽ കുറെ പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഉത്തരവ് വന്നു. അതൊക്കെ പഠിപ്പിച്ചു പോയി കഴിഞ്ഞു. അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറച്ച് പാഠ്യഭാഗങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവ് വന്നത് അവസാനമാണ്.
അത് പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ അന്ന് മാത്തമാറ്റിക്സിന് ഒരു വലിയ പുസ്തകം വന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഓർഡർ വരുന്നു ആ പുസ്തകത്തിലെ ഇന്ന ചാപ്റ്റേഴ്സ് പഠിക്കണ്ട. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ സംഭവിക്കും, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ തട്ടിക്കൂട്ട് സിലബസുമായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചില അപകട സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ച്, ഫസ്റ്റ് ബാച്ച്, അതായത് 2024 1-ാം വർഷ ബിരുദത്തിന് ചേരുന്ന ബാച്ച് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരു പരീക്ഷണ വസ്തു ആകാൻ പോവാണ്. അത് അവരുടെ ഒരു വിധി എന്ന് തൽക്കാലം പരിഗണിക്കേ പറ്റുള്ളൂ. മാത്രമല്ല അധ്യാപകരെ അതിൽ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. കാരണം അവരും ആ സിസ്റ്റത്തോട്, ഇപ്പോൾ CUSS സിസ്റ്റം വന്ന സമയത്ത് പല യൂണിവേഴ്സിറ്റികളിൽ ഈ പ്രശ്നം ഉണ്ടായി. ഒരു ഇയർ സിസ്റ്റത്തിൽ നിന്ന് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറിയ ഒരു ചേഞ്ചിൽ ഇവാലുവേഷൻ അങ്ങനെ, കാരണം 10 മാസം പഠിപ്പിച്ചിട്ട് 2 മാസം പരീക്ഷയും അവധിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി പെട്ടെന്ന് 3.5 മാസം പഠിപ്പിക്കുകയും ബാക്കി ഭാഗം പരീക്ഷയും ലീവും അതിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിനേഷനും ഒക്കെ ആയിട്ട് മാറിയപ്പോൾ കുട്ടികൾക്ക് ആ ചേഞ്ച് കണ്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ യൂണിവേഴ്സിറ്റികളിൽ സെമസ്റ്റർ സിസ്റ്റം വന്നു തുടങ്ങിയത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് എഞ്ചിനീയറിങ്ങിന് മാത്രമേ ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഒന്നിനും സമയമില്ലാതായി. മറ്റേത് 10 മാസമുണ്ട്, ഒരു 5-6 മാസം കുട്ടികൾ വോളിബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചു നടക്കും. എന്നിട്ട് അവസാനത്തെ ഒരു 3-4 മാസം സീരിയസ് ആയിട്ട് പഠിക്കും. ഈ സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ഒരു സെമസ്റ്റർ ആകെ 3-3.5 മാസമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ ഇന്റേണൽ എക്സാം, അത് കഴിഞ്ഞാൽ ഉടനെ യൂണിവേഴ്സിറ്റി എക്സാം, അങ്ങനെ ഒരു പാറ്റേൺ വന്നപ്പോൾ സത്യത്തിൽ ഇപ്പോൾ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആസ്വദിക്കാനൊരു സമയമില്ല. അവർ ഈ തിരക്കിനിടയിൽ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഒരു പരീക്ഷണ വസ്തു ആകും. പക്ഷെ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മാറ്റമില്ലാത്തതായിട്ടൊന്നുമില്ല, അത് മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവും. ഏത് ദുരന്തത്തെ ഏറ്റുവാങ്ങാൻ ഉള്ളൊരു കഴിവ് മനുഷ്യനുണ്ട്. കൊറോണ വന്നപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ച് ഡിഗ്രി പാസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അവരിത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് താങ്ങാൻ കഴിയും. പിന്നെ ഒരു വർഷം ഒരു ചെറിയ സഫറിങ്, അതൊരു ഷെയറിങ് ഓഫ് സഫറിങ് ആയി വരുന്നതുകൊണ്ട് അതൊരു വലിയ സങ്കടം ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉള്ളതാണല്ലോ, കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും. പക്ഷേ അതുകൊണ്ട് വരാൻ പോകുന്നൊരു വിപത്ത് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത കൊല്ലം എക്സോഡസ് കൂടും. ഇവിടെ 4 കൊല്ലോ, യൂറോപ്പിലും 4 കൊല്ലോ, US 4 കൊല്ലോ, എന്നാൽ പിന്നെ അവിടെ പോയി 4 കൊല്ലം അങ്ങ് പഠിച്ചുകൂടെ എന്നുള്ള ചിന്ത വരുമ്പോൾ ചിലപ്പം പ്രയാണം കൂടാനുള്ള സാധ്യത കൂടി വരും. എന്തായാലും ഇപ്പോൾ ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിന്റെ ഇരട്ടി കുട്ടികൾ ഈ കൊല്ലം വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2.35 lakhs എന്തോ പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച TV-യിൽ വന്ന വാർത്തയിൽ കണ്ടത്. അപ്പം അത് ചിലപ്പോൾ അടുത്ത കൊല്ലം 3 or 4 lakhs പോയി എന്ന് വരാം. അതിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പാഠ്യപദ്ധതി കൊണ്ട് കുട്ടികളെ ഇവിടെ തന്നെ നിർത്താനൊന്നും പറ്റില്ല. വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. വിഷമമാണ്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഈ കോളേജ് ഉടമസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞ ഒരു കാര്യം, 2100ഓളം കോളേജുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിൽ 300 ചില്ലാനും എണ്ണം പൂട്ടിക്കെട്ടിയത്രേ. പിള്ളേരില്ലാതെ തന്നെ പൂട്ടിക്കെട്ടി. അതിൽ എഞ്ചിനീയറിംഗ് കോളേജും പെടും. ഉദാഹരണത്തിന് 2015 163 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഓട്ടോണമസ് ഉൾപ്പെടെ 132 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 133 അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 30ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളും അടച്ചുപൂട്ടിയ കൂട്ടത്തിൽപ്പെടും. അത് എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം. ഇപ്പോഴും 300-ന് മേലെ മൊത്തം കോളേജുകൾ കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം സ്വാശ്രയ കോളേജുകൾ തന്നെയാണ്. അപ്പോൾ 2000-ന് മേലെ ഉള്ളതിൽ 300 അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്. അപ്പോൾ അത് കൂടി ഒരു 1000 കോളേജ് വരെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് പാഠ്യപദ്ധതിയും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും എല്ലാം കൂടെ എത്തിച്ചേക്കാം. അതിൽ അത്ഭുതപ്പെടാനില്ല. അല്ല, അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുറച്ചുകൂടെ പഠന നിലവാരമുണ്ട് എന്നല്ല പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ 4 വർഷ പഠന കോഴ്സ് ഗുണമേന്മയിൽ നിലവാരത്തിൽ ഇപ്പം മികച്ചു നിൽക്കുന്നില്ല എന്നാണോ പറയുന്നത്? ഈ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠന നിലവാരം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തതയുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിലബസ് വലിയ സിലബസും അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എഞ്ചിനീയറിംഗ് സിലബസാണ്. പല പ്രാവശ്യം യൂണിവേഴ്സിറ്റി സിലബസ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഡീൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ കൃത്യമായിട്ട് അറിയാം, നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ സിലബസ് പരിശോധിക്കാറുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് അന്ന് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സിലബസ് ആയിരുന്നു. ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഡീനായിരുന്നു. അന്ന് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സിലബസ് ആയിരുന്നു കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസ് മികച്ചതായതുകൊണ്ട് ഇപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം സ്വർണത്തിന്റെ ആയതുകൊണ്ട് ഭക്ഷണത്തിന് രുചി കൂടണമെന്നുണ്ടോ? ഇല്ല. ഇതാണ് ഇവിടെ വരുന്ന അപജയം. അത് കൈകാര്യം ചെയ്യുന്ന രീതി. ഇപ്പോൾ ഒരു ട്രാജഡി തന്നെ നോക്കൂ. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച കേരള സാങ്കേതിക സർവകലാശാലയുടെ റിസൾട്ട് 49% ഉള്ളൂ പാസ്, ഫൈനൽ ബിടെക്. ഇനി 50 കൂട്ടിക്കോ. അപ്പോഴും 2 പേരെടുത്ത ഒരാൾ തോറ്റുപോകും. മനസ്സിലായല്ലേ? അങ്ങനെ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആദ്യകാലത്തൊക്കെ എഞ്ചിനീയറിംഗ് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഒരു 7-8 ലക്ഷം കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പാസ്സാകാതെ കേരളത്തിലുണ്ടാവും. അത് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിലിപ്പോ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ
തമിഴ്നാട്ടിൽ ചില സ്വകാര്യ സർവകലാശാലകൾ ഇവർ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തുക വാങ്ങിച്ചുകൊണ്ട് ഇവരെ തോറ്റ പേപ്പറുകൾ എഴുതാൻ അനുവദിക്കും. എന്നിട്ട് അത് എഴുതി എന്ന് വരുത്തി, അതിൽ പാസ്സാക്കിയെന്ന് വരുത്തി ആ സർവകലാശാലയുടെ ഡിഗ്രി അവർക്ക് കൊടുക്കും. കാരണം ഇപ്പോൾ NEP 2020 ഒരു പുതിയ വകുപ്പുണ്ട്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയും, ABC. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവകലാശാലയിൽ കിട്ടുന്ന പാസ്സായ പേപ്പറിന്റെ ക്രെഡിറ്റ്, അത് 3 ക്രെഡിറ്റോ 4 ക്രെഡിറ്റോ ആണെങ്കിൽ ഈ ബാങ്കിൽ നിക്ഷേപിക്കാം. ആ ബാങ്കിൽ മെമ്പറായിട്ടുള്ള വേറൊരു സർവകലാശാലയ്ക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇവിടെ 50 പേപ്പറിൽ 20 എണ്ണം പാസ്സായിട്ടുണ്ടെങ്കിൽ 30 പേപ്പർ അവിടെ ചെന്ന് എഴുതി അവർ പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാലോ പാസ്സാകുകയാണെങ്കിലോ രണ്ടും സംഭവിക്കാം. അയാൾക്ക് ആ സർവകലാശാലയ്ക്ക് ഡിഗ്രി കൊടുക്കാം. ഇവിടെ പാസ്സായ പേപ്പറുകൾ എഴുതണ്ട. അത് NEP 2020 അത് വ്യാപകമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്. അപ്പോൾ ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്നതാണ്. ചിലർ ഫൈനൽ ഇയർ ആകുമ്പോഴേ ഇവിടുന്ന് TC വാങ്ങിച്ചങ്ങ് പോകും. ഒരു കൊല്ലം അവിടെ ഫീസ് അടച്ചാൽ മതി, പഠിക്കണ്ടല്ലോ. എന്നിട്ട് ഫീസും അടച്ചിട്ട് ഒരു ചില യൂണിവേഴ്സിറ്റികൾ അതിന് കുപ്രസിദ്ധമാണ്, ഞാൻ പേരുകൾ പറയുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ പാസ്സാകാനൊരു വിഷമമില്ല. മുമ്പൊക്കെ അത് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിദേശത്തുള്ള സ്ഥാപനങ്ങളും ഇത് ഏറ്റെടുത്ത് തുടങ്ങി. കാരണം നല്ല വരുമാനമാണ്. ഈ കുട്ടികൾ പോയി ഇവിടുന്ന് 10-20 ലക്ഷം ലോൺ എടുത്ത് അവിടെ കൊണ്ടുപോയി ഒരു വലിയ ഫീസ് അടയ്ക്കും. വിദേശത്ത് സൗജന്യം കിട്ടുന്ന ഇടപാടൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒരു 2-3% വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉള്ളൂ. ബാക്കിയുള്ളവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന പൈസ വെച്ചിട്ട് പഠിക്കുകയാണ്. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് കൊണ്ടുപോയി പഠിക്കുകയാണ്. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരവിടെ കുറച്ചു കാലത്തേക്ക് ചെറിയ വരുമാനമൊക്കെ കൊണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് വലിയ വരുമാനം കിട്ടുമ്പോൾ അവരിത് അടച്ച് ലോൺ അടയ്ക്കും. ഇല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇവിടുന്ന് അച്ഛനും അമ്മയും അവരുടെ വസ്തുവകൾ വിറ്റിട്ട് ലോൺ അടച്ചിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മാറി താമസിക്കും. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൽ മറ്റൊരു ചതി പറ്റുന്നതെന്ന് വെച്ചാൽ, വിദേശത്ത് നമ്മുടെ കുട്ടികൾ പലരും അവിടെ 2 തരത്തിലാണ് സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളുമുണ്ട് കോളേജുകളുമുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോളേജിന് തുല്യമാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ കോളേജുകളും അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിന് തുല്യമാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ. അവിടെ ഇൻ്റഗ്രേറ്റഡ് യൂണിവേഴ്സിറ്റിയാണ്, യൂണിക് ക്യാമ്പസ് ആയിരിക്കും, വേറെ അഫിലിയേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അവിടെ കോളേജുകളെന്ന് പറഞ്ഞ് കുറേ സ്ഥാപനങ്ങളുണ്ട്. ഈ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോളിടെക്നിക് പോലെ സ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് സമാധാനിക്കാം, അവനൊരു ബിരുദം എടുത്തിറങ്ങും. മറിച്ച് ഇന്നലെ ഒരു അമ്മ എൻ്റെ അടുക്ക് പറയണ്ടായി, മോന് കാനഡയിൽ പഠിക്കാൻ പോയി, യൂണിവേഴ്സിറ്റിയിലല്ല ചേർന്ന് കോളേജിലാണ് ചേർന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കോളേജിൽ ഏത് കോഴ്സിന്? അതൊരു സ്കിൽ കോഴ്സിനാണ് സാർ, അത് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് അവന് പിന്നെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയും ചേരുന്നു. അപ്പോൾ ഈ അമ്മ അത് പുറത്താരുടെയും പറഞ്ഞില്ല, കാരണം അവനവിടെ വലിയ പഠിത്തം ചെയ്യാനാണ്. പക്ഷെ എനിക്കത് അറിയാവുന്നുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എടുത്ത് ചോദിച്ചു യൂണിവേഴ്സിറ്റിയിലാണോ കോളേജിലാണോ. അപ്പോഴാണ് പറഞ്ഞത് ഒരു സ്കിൽ കോളേജ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പോളിടെക്നിക് ഇവിടുത്തെ ഡിപ്ലോമ പോലെ ഒരു ഡിപ്ലോമ കിട്ടും, അത് വെച്ച് അവിടെ ജോലി കിട്ടും. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഈ സ്കിൽ കോഴ്സ് കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി കോഴ്സ് കഴിഞ്ഞാലും കിട്ടുന്ന ശമ്പളമൊക്കെ ഒരുപോലെ ആയിരിക്കും. സോഷ്യൽ സ്റ്റാറ്റസിലെ വ്യത്യാസം ഉണ്ടാവും. അവിടെ ഈ കായികാധ്വാനത്തിന് നല്ല വിലയുള്ളതുകൊണ്ട് ശമ്പളത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഇതെന്താ വ്യാപകമാകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ 4 ഇയർ കോഴ്സ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ കൂടെ പുതിയൊരു രീതിയും വരാൻ പോകണം. 1-2 കൊല്ലം ഇവിടെ പഠിച്ചിട്ട് ബാക്കി കൊല്ലം വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പഠിച്ചിട്ട് അവിടെ ഒരു ജോലി കയറാൻ പോകുന്ന സംവിധാനം ഇപ്പോൾ പല വിദേശ യൂണിവേഴ്സിറ്റികളും അതിന് വരാൻ പോകുന്നുണ്ട്. ഞാൻ തന്നെ കുറച്ച് യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവരിവിടെ വരും, 1-2 കൊല്ലം ഇവിടെ പഠിച്ചിട്ട് കുട്ടികളെ അവർ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പഠിപ്പിച്ചിട്ട് അവിടെ ജോലിയിലും കയറാം. അപ്പോൾ ഈ ഡിഗ്രിയുടെ ക്രെഡിറ്റ് അവിടേക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം വരികയാണ്. ഇപ്പോൾ അത് ഇന്ത്യ മാത്രം സ്ഥിതി ചെയ്യുന്ന ABC ആണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഈ നിയമം അതാത് യൂണിവേഴ്സിറ്റികൾക്ക് തന്നെ നടപ്പാക്കാൻ പറ്റും. വേറെ ആരുടെ അനുവാദം ആവശ്യമില്ല. ഇവിടുത്തെ പോലെ UGCയോ AICT ഒന്നും അതിനെ നിയന്ത്രിക്കില്ല. അപ്പോൾ ഇപ്പം ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് ഞാനൊരു ടൈപ്പായി എന്ന് വെച്ചോളൂ. ഞാൻ 2 കൊല്ലം കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞാൽ, ഇവിടെ പഠിപ്പിക്കേണ്ട കോഴ്സുകളുടെ ഒരു ലിസ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള കോഴ്സ് ഏതാണോ അത് അവിടെ പഠിപ്പിക്കും. എന്നിട്ട് അവിടെ പഠിപ്പിച്ചിട്ട് അവരുടെ ഡിഗ്രി കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യം മാത്രം മതി, അവർ റെക്കഗ്നൈസ് ചെയ്തൊരു സ്ഥാപനം മതി. അപ്പോൾ അവരുടെ റെക്കഗ്നേഷൻ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ ആ സ്വാതന്ത്ര്യമില്ല. കാരണം ഇവിടെ ഒരു റെഗുലേറ്ററി ബോഡി തലയ്ക്ക് മുകളിലുള്ളതുകൊണ്ട് അവിടെ റെഗുലേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ റെഗുലേഷനാണ്. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഒരു റെഗുലേറ്ററി ബോഡി അവർക്ക് മേലെ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ബോർഡോ ഇല്ല, അവർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സംവിധാനം അതുകൊണ്ട് ഇനി വരാൻ പോവാണ് കേരളത്തിലെ സ്ഥിതികൾ.
പഠന നിലവാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പാഠ്യ രീതി ഉണ്ടല്ലോ, നമുക്ക് പൊതുവെ ഡിഗ്രി കഴിയുന്നു, പ്രത്യേകിച്ച് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ഒന്നുമല്ല. ഇപ്പോൾ ഒരു മറ്റുള്ള സ്കിൽ ഒന്നും ഡെവലപ്പ് ആവുന്നില്ല. ഒരു ഡിഗ്രി കിട്ടുന്നു നമുക്ക്, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്മൾ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്ന് പറയാനുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല ഈ ഒരു ഡിഗ്രി കഴിയുന്നതോടുകൂടി. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത് പിന്നെ BEd എടുത്ത് പിന്നെ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് പോകണം. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും ഈ 4 വർഷ കോഴ്സിൽ? അവിടെയാണ് ആശാവഹമായ ഒരു മാറ്റം വരാൻ പോകുന്നത്. ഈ 4 വർഷ കോഴ്സിനൊപ്പം തന്നെ NEP പറയുന്ന ഒരു സംവിധാനമുണ്ട്. ലിബറൽ കോഴ്സുകൾ, കോഴ്സ് ട്രാൻസ്ഫറുകൾ, കോഴ്സ് ക്രോസ് ഓവറുകൾ, ഇതൊക്കെ ഞാൻ വിശദീകരിക്കാം. അതുപോലെ മേജർ മൈനർ. ഉദാഹരണത്തിന് ഇപ്പോൾ സുനിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞാൽ സബ്സിഡിയറി പേപ്പേഴ്സ് ഉണ്ടാകും, കോംപ്ലിമെന്ററി പേപ്പേഴ്സ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന ആളിന് ചിലപ്പോൾ ജോഗ്രഫി ആയിരിക്കും, എക്കണോമിക്സ്, ഫിസിക്സ് പഠിക്കുന്ന ആളിന് ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും. അത് വെറും സബ്സിഡിയറി ആണ്, പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു. അത് മാത്രമല്ല അത് പരസ്പര പൂരകങ്ങളാണ്. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ കെമിസ്ട്രി പഠിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ രണ്ടിന്റെ സിദ്ധാന്തങ്ങൾ പലതും ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഫിസിക്സിൽ UG കഴിഞ്ഞ ഒരാളിന് MSc കെമിസ്ട്രിക്ക് ചേരാൻ പറ്റില്ല, സബ് ഉണ്ടെങ്കിലും. പക്ഷെ ഇനി അത് മാറാൻ പോവാണ്. ഒരു മേജർ ഡിഗ്രി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരാൾ ഹിസ്റ്ററി മേജർ എടുക്കുന്നു, അയാൾക്ക് ഇക്കണോമിക്സും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സും മൈനർ എടുക്കാം എന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും മൈനറിനും ഇനി റെസ്ട്രിക്ഷൻ ഇല്ല. മുമ്പൊക്കെ റിലേറ്റഡ് സ്ട്രീംസ് വേണമെന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻ എടുത്ത് കളയുക. ഉദാഹരണത്തിന് ഹിസ്റ്ററി പഠിക്കുന്ന ആളിന് വേണമെങ്കിൽ ഫിസിക്സ് മൈനർ എടുക്കാം. മനസ്സിലായില്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ ഏത് മൈനറായിട്ട് എടുക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. അങ്ങനെ മൈനർ എടുത്തു കഴിഞ്ഞാൽ 2 മൈനർ വരെ എടുക്കാം. അതിന് കോഴ്സ് ക്രെഡിറ്റിന് ലിമിറ്റ് ഉണ്ടാവും. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പാഠ്യപദ്ധതി അനുസരിച്ച്. ഇപ്പോൾ പുതിയ NEP അനുസരിച്ച് കേരളത്തിൽ നടക്കാൻ പോകുന്നത് 172 ക്രെഡിറ്റ്സ് എന്നാണ് പറയുന്നത് ഒരു ബിരുദത്തിന്. അതും ശരിക്കും കുറയ്ക്കണം. കാരണം എഞ്ചിനീയറിംഗിന് മുമ്പ് 204 ക്രെഡിറ്റ്സ് ഉണ്ടായിരുന്നു. അത് പിന്നീട് കുറച്ച് 182 ആക്കി, പിന്നെ 162 ആക്കി. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് ഇപ്പോൾ ഒരു ബിരുദത്തിന് വരാൻ പോവാണ്, ഒരു ഹിസ്റ്ററിക്കോ ജോഗ്രഫിക്കോ വരാൻ പോവാണ്. അത് ആശാസ്യമല്ല, ക്രെഡിറ്റ് കുറയ്ക്കണം. പല വിദേശ സർവകലാശാലകളും ഒരു 4 ഇയർ ക്രെഡിറ്റിന്, ഒരു 4 ഇയർ ഡിഗ്രിക്ക് വരാവുന്ന ക്രെഡിറ്റ് ഒരു 120 റേഞ്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. 172 ക്രെഡിറ്റ് ആണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന കോഴ്സുകൾ. അപ്പോൾ അതിൽ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഈ മൈനറിന് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യും. അത് യൂണിവേഴ്സിറ്റി സിലബസിൽ അത് പറയും. ഇപ്പോൾ ഒരു മൈനറിന് 30 ക്രെഡിറ്റ് വേണം. അങ്ങനെ 2 മൈനറാണെങ്കിൽ 30, 60, അല്ലെങ്കിൽ 20, 40. അങ്ങനെ അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ സിലബസിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മൈനറിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെങ്കിൽ പോകാൻ പറ്റും, പോകാൻ പറ്റും. അതാണ് പുതിയ അഡ്വാൻറ്റേജ്. പണ്ട് സബ് എടുക്കുന്നതിൽ PGക്ക് പോകാൻ പറ്റില്ല. വളരെ അപൂർവം സബ്ജക്ട്സിൽ മാത്രം, ചില ലാംഗ്വേജ് സബ്ജക്ട്സിൽ മാത്രമേ അത് പെർമിറ്റ് ചെയ്തിരുന്നു. ഇനി അത് പെർമിറ്റ് ചെയ്യും. ഇനി മറ്റൊന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിസ്റ്ററി BA പഠിക്കുമ്പോൾ തന്നെ ഒരു മൈനർ വേണമെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എടുക്കാം. അപ്പോൾ സ്കിൽ കോഴ്സസ് എടുക്കാൻ വേണമെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ കോളേജുകളിലൊക്കെ സ്കിൽ കോഴ്സസ് വരും. ഉദാഹരണത്തിന് ഒരു എക്കണോമിക്സ് ഡിഗ്രി എടുക്കുന്ന ഒരാളിന് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ് എടുക്കാം, മൈനർ എടുക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു അക്കാഡമിക് കോഴ്സും ഒരു സ്കിൽ കോഴ്സും കൂടെ എടുക്കാനുള്ള അവസരം വരും. അതിപ്പോഴും പല രാജ്യങ്ങളിലും ഉണ്ട്, വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും അതുണ്ട്. അപ്പോൾ നമ്മൾ അക്കാഡമിക് താല്പര്യത്തോടുകൂടി ഒരു കോഴ്സ് എടുക്കുക. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ബന്ധുവിൻ്റെ മകള് കുറേ കാലം മുന്നെയാണ് US-ലായിരുന്നു പഠിച്ചിരുന്നത്. അവളുടെ മെയിന് മെഡിക്കലായിരുന്നു, MBBS തുല്യമായ അവിടുത്തെ ഡിഗ്രി ആയിരുന്നു. MB, അവിടെ MB എന്നാണ് ഡിഗ്രിയുടെ പേര്. അവൾ സബ് എടുത്തിരുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തമായിരുന്നു. അപ്പോൾ അത് പറ്റും, ഒരു ബന്ധമില്ല. അപ്പോൾ ആ ഒരു സമ്പ്രദായം ഇപ്പോൾ ഇവിടേക്കും വരും. അപ്പോൾ എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ഹിസ്റ്ററി മെയിൻ എടുത്തിട്ട് ഞാൻ സബ് എടുക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചു ആകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോർട്ടബിലിറ്റി വളരെ കൂടും. ഒരാളിനെ ഒരു വിഷയത്തിലോട്ട് ബന്ധിച്ചിടേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് പഠിക്കുന്ന കാലത്ത് ഇഷ്ടം സാഹിത്യത്തിൽ ബിരുദം എടുക്കുന്നതായിരുന്നു. പക്ഷെ സാഹിത്യത്തിൽ ബിരുദം എടുത്താൽ എഞ്ചിനീയറിംഗിൽ സബ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, സാഹിത്യം സ്വയം വായിച്ചുണ്ടാക്കി. ഇപ്പോൾ അതല്ല, എനിക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ചേർന്നിട്ട് സാഹിത്യം മൈനറായിട്ട് എടുക്കാം. പക്ഷെ അപ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള കോളേജുകൾ വേണം. അപ്പോൾ ചെറിയ കോളേജുകൾ തിരസ്കരിക്കപ്പെടും. ഇന്നലെ ഒരു UGCയുടെ ഒരു മെമ്പറിന്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കുന്നുണ്ടായി. അദ്ദേഹം പറയുന്നത് പതുക്കെ ഈ ചെറിയ കോളേജുകൾ തിരസ്കരിക്കപ്പെടും. കാരണം വലിയ കോളേജിൽ വന്നാൽ മാത്രമേ ഈ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും ഇത്രയും കോഴ്സുകളുള്ള കോളേജ് വേണ്ടേ. അപ്പോൾ വലിയ കോളേജുകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ നാക് ഇൻസ്പെക്ഷൻ ഒരു കോളേജിൽ 100 ചില്ലാനും കോഴ്സുകളുണ്ട്. അത്രയും ബിരുദങ്ങൾ എടുക്കുക. അതൊരു യൂണിവേഴ്സിറ്റിയാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് ഇടിച്ചുകയറ്റം കൂടും. മനസ്സിലായല്ലേ?
അങ്ങനെയുള്ളിടത്ത് ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ബാക്കി 99-100 കോഴ്സുകൾ ഏത് വേണേലും മൈനറായിട്ട് എടുക്കാം. അവിടെ അതിനുള്ള ക്ലാസ് ഉണ്ട്, അതിനുള്ള പഠനമുണ്ട്. പിന്നെ എന്താ യൂണിവേഴ്സിറ്റികൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ലോട്ടുമായിട്ടായിട്ട് വയസ്സ് വിഭജിക്കും. ഇപ്പോൾ IIT-യിലൊക്കെ നിലവിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് സ്ലോട്ട് ഇടും. സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3, സ്ലോട്ട് 4. അപ്പം കുറേ സബ്ജക്ട്സ് സ്ലോട്ട് 1-ലായിരിക്കും. അപ്പോൾ സ്ലോട്ട് 1-ലുള്ള ഒന്നിൽ കൂടുതൽ എടുക്കാൻ പറ്റാതെ വരും. അല്ലാതെ ക്ലാസ് നടത്താൻ പറ്റില്ല പ്രായോഗികമായിട്ട്. ഇനി NEP-യിൽ പറയുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺലൈൻ പഠിച്ചാലും മതി. 50% കോഴ്സ് വരെ ഓൺലൈൻ പഠിക്കാം, അതിന് അനുവാദമുണ്ട്. അപ്പം മേജർ കോഴ്സ് ആ സ്ലോട്ട് എടുത്തിട്ട് മൈനർ ഏത് സ്ലോട്ടാണെങ്കിലും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മൈനറും കൂടെ 1/3 ചിലവനെ ക്ലാസ്സസ് വരുള്ളൂ. അത് 50% വരെ ഓൺലൈനിൽ പഠിക്കാമല്ലോ. അങ്ങനൊരു സാധ്യതയും വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന മാറ്റം കൂടുതൽ കോഴ്സുകളുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ ഡിമാൻഡിലാവും. ഇപ്പം തന്നെ അതിൻ്റെ ട്രെൻഡ് തുടങ്ങിക്കഴിഞ്ഞു. ബാംഗ്ലൂരൊക്കെ ഉള്ള ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷന് ഭയങ്കര ഇടിച്ചു കയറ്റമാണ്. എന്നാൽ കേരളത്തിലെ സ്ഥാപനങ്ങളിലൊക്കെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു 3-4 കോഴ്സ് മാത്രമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിന് ഈ 50, 60, 100 കോഴ്സുകളുള്ള സ്ഥാപനങ്ങളുമായിട്ട് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ NEP-യുടെ പൂർണ്ണമായിട്ട് ഉപയോഗം വലിയ സ്ഥാപനങ്ങളിലേക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇതൊക്കെ അനുവദിക്കേണ്ടി വരും. ഈ ഞാനീ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അനുവദിച്ചാലും അത് ഓഫർ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട്? കേരളത്തിലെ ഏറ്റവും വലിയ കോളേജിൽ പോലും ഒരു 30 കോഴ്സിന് മേലെ ഉണ്ടാവില്ല പല കോളേജിൽ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, ഈ പെർഫോമിംഗ് ആർട്സ് റെഗുലർ കോഴ്സായിട്ട് ഓഫർ ചെയ്യുന്ന കോളേജുകൾ കേരളത്തിൽ അത്യപൂർവമാണ്. അതില്ലാന്ന് തന്നെ പറയാം. അപ്പോൾ വളരെ എളുപ്പ ഒരു കാര്യം ആലോചിച്ചോളൂ. ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി ട്രെയിൻഡ് ഹാൻഡ്സിന് തൊഴിൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ജർമ്മനിയും ഫ്രാൻസും ജപ്പാനും. ഈ ജർമ്മൻ, ഫ്രാൻസ്, ജാപ്പനീസ് ഈ 3 ഭാഷകൾ പഠിക്കാതെ ആ രാജ്യങ്ങളിൽ സർവൈവൽ വിഷമമാണ്. ആ ഭാഷകൾ ഓഫർ ചെയ്യുന്ന എത്ര കോളേജുകൾ കേരളത്തിലുണ്ട്? ഞാൻ തമിഴ്നാട്ടിലൊരിക്കൽ ഒരു NBA ഇൻസ്പെക്ഷന് മറ്റോ പോയ സമയത്താണ്, NAC ഇൻസ്പെക്ഷന് പോയപ്പോഴാണെന്ന് തോന്നുന്നു, ഒരു കോളേജ് കാണുകയുണ്ടായി. ആ കോളേജിലെ എല്ലാ കുട്ടികൾക്കും ജാപ്പനീസ് ഭാഷയിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജപ്പാനിലെ ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഒരു ലാബും അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജപ്പാനിലെ ആ ഇൻഡസ്ട്രിക്കുള്ള മുഴുവൻ കുട്ടികളെ ഇവിടുന്ന് എടുക്കുകയാണ്. 100% പ്ലേസ്മെൻ്റാണ്. ജാപ്പനീസ് ഭാഷ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കോഴ്സ് ആ ഭാഷ അല്ല, എഞ്ചിനീയറിംഗ് ഡിഗ്രി അവർ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ തുക വാങ്ങിച്ചിട്ട്, കോളേജുകാർ ഞങ്ങളോട് പറഞ്ഞത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്, പക്ഷെ കുട്ടികളോട് വെച്ച് പറഞ്ഞത് ഫ്രീ ഒന്നുമല്ല, ഞങ്ങൾ ഫീസ് കൊടുത്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ആ ഭാഷ കൂടി പഠിച്ചിട്ട് അവർ നേരിട്ട് ജപ്പാനിലേക്ക് ജോലിക്ക് പോവുക. ജപ്പാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇനി അതുപോലുള്ളത് വരും. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് കൊല്ലം ഫാറ്റിമ കോളേജാണ്. അവിടെ ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഈ ആംഗ്ലോ ഇന്ത്യൻസ് കുറേ പേര് ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. അതിനുള്ള ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ ഇനി മറ്റു കോളേജുകളിലേക്കും അത് വരികയാണെങ്കിൽ ഫ്രഞ്ച്, ജർമ്മന്, ജാപ്പനീസ്, അറബി. അപ്പോൾ ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ഭാഷയാണ് എനിക്ക് അറബി പഠിക്കണം. അറബിയും സംസ്കൃതവും പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സംസ്കൃതം എൻ്റെ വീടിനടുത്തുള്ള ശിവാനന്ദ ആശ്രമത്തിൽ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റി. അറബി ഇതുവരെ പഠിക്കാൻ പറ്റില്ല. ഒരു കോളേജിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അറബി പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ 3-1 രാജ്യങ്ങളിൽ അറബി കൊണ്ട് അതിജീവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇഷ്ടം പോലെ കിട്ടുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഏത് രീതിയിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് ഇനിയും ഇക്കാര്യത്തിൽ കേരളം ഇപ്പം തന്നെ പുറകോട്ട് അടിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം മറ്റുള്ള കോളേജുകളൊക്കെ ഇത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കുള്ള കുഴപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യഘട്ടത്തിൽ എല്ലാത്തിനും എതിർത്തുകൊണ്ടിരിക്കും, പിന്നീട് നിവൃത്തിയില്ല എന്ന് കാണുമ്പോഴാണ് അത് അംഗീകരിക്കുന്നത്. ആ ഒരു അപജയം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നോക്കൂ, നമ്മളെല്ലാ മേഖലയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ 1982 തമിഴ്നാട്ടിൽ സ്വാശ്രയ കോളേജുകൾ, 1981 കർണാടകയിൽ സ്വാശ്രയ കോളേജ് വന്നത്. ഇവിടെ പെർമിറ്റ് തുടങ്ങിയ 2002 ഈ 2002 കേരളത്തിൽ സ്വാശ്രയ കോളേജ് അനുവദിച്ച് തുടങ്ങുമ്പോഴേക്ക് അവിടെയൊക്കെയുള്ള സ്വാശ്രയ കോളേജുകൾ വലിയ പ്രസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനോട് കിടപിടിച്ച് നിൽക്കാൻ കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾക്ക് കഴിയുന്നില്ല. നമ്മളിപ്പോഴും കുറ്റം പറയാറുണ്ട്, കുട്ടികൾ തമിഴ്നാട്ടിൽ പോകുന്നു, കുട്ടികൾ കർണാടകത്തിൽ പോകുന്നു. അവിടുത്തെ കോളേജുകളൊന്ന് പോയി നോക്കണം. ഇവിടെ ഏറ്റവും നല്ല സ്വാശ്രയ കോളേജിലുള്ള അവിടുത്തെ ഏറ്റവും മോശം സ്വാശ്രയ കോളേജിലുണ്ടാവും. അത്രമാത്രം അവർക്ക് അതിനുള്ള വരുമാനവും കിട്ടി. ആ ഘട്ടത്തിൽ 81 മുതൽ 2002 വരെയുള്ള ഘട്ടത്തിൽ കേരളത്തിലെ കുട്ടികളിൽ നല്ലൊരു ശതമാനം അവിടെ പോയി പഠിക്കുകയും ഹെവി ആയിട്ടുള്ള ഫീസ് വാങ്ങിക്കുകയും ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്തു. ഇതേ അപജയം നമ്മൾ ഇപ്പോഴും ആവർത്തിച്ചിരിക്കുക. അതുകൊണ്ട് ചരിത്രം ആവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. നമുക്കിത് മുന്നേ ചെയ്തുകൂടായിരുന്നു. ഇവിടെയുള്ള വിദഗ്ധർക്ക് എന്തായാലും അറിയാമല്ലോ, ഇത് നമ്മൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ. ഇതിന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? കുട്ടികൾ ഇരയായിട്ട് മാറും. ഇപ്പോൾ ഇതിലും വലിയൊരു ഇരയാകാൻ പോകുന്ന കാര്യമുണ്ട്. അത് ഞാൻ മുമ്പ് എപ്പോഴോ ഒരു ടോക്കിൽ TV-യിലാണോ റേഡിയോയിലാണോ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പറയുണ്ടായി. NEP നിയമം അനുസരിച്ച് 6 വയസ്സ് കഴിഞ്ഞാലേ കുട്ടി
1ാം ക്ലാസ്സിൽ ചേരാവും. അപ്പോൾ 18 വയസ്സ് കഴിയുമ്പോൾ 12ാം ക്ലാസ് കഴിയും. അതാണ് NEP നിയമം. 6 വയസ്സിന് മുമ്പ് 3 തൊട്ട് 6 വയസ്സ് വരെ ഏർലി ലേണിംഗ് സെന്ററും 2 വർഷം KG പഠിച്ചിരിക്കുന്നതാണ് NEPയിലെ നിയമം. NEP അനുസരിച്ച് KG നിർബന്ധമാക്കി. കേരളം ഇപ്പോഴും അത് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ കുട്ടികൾ 17 വയസ്സ് കഴിയുമ്പോൾ 12ാം ക്ലാസ് കഴിയും. അവരൊരു കൊല്ലം എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് NEP നിർബന്ധമായിരിക്കും. ഇപ്പം തന്നെ നിർബന്ധമാകാൻ പോലെ. ഇനി NEP നിർബന്ധമായി കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയാത്തവർക്ക് ഡിഗ്രി കോഴ്സുകളിൽ ചേരാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ 1 വർഷം നമ്മൾ നഷ്ടപ്പെടുത്തുക. അങ്ങനെയുള്ള ചില അപജയങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇനി അന്ന് ആ 1 കൊല്ലം എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നറിയില്ല. ആ ബാച്ച് അത് ഒരു ബാച്ചിൽ മാത്രമല്ല, 2-3 ബാച്ചിൽ അത് ഉണ്ടാവും. ഇനി ഒരുപക്ഷെ അടുത്ത കൊല്ലമോ അതിൻ്റെ അടുത്ത കൊല്ലമോ NEPയിലേക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ്. അത് സംസ്ഥാനത്തിന് തീരുമാനിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഈ കളിയൊക്കെ നടക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസം അത് നടക്കില്ല എന്നുള്ള ഞങ്ങൾക്കൊക്കെ പണ്ടേ അറിയാം. കാരണം അത് UGCയുടെ മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1-2 കൊല്ലം നീട്ടാനല്ലാതെ UGC വടിയെടുക്കുമ്പോൾ ഇവിടെ ചെയ്യേണ്ടി വരും. മറിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ അത് സംഭവിക്കുന്നത് ഇനി ഒരു 10-17 വർഷം കഴിയുമ്പോൾ വരുന്ന കുട്ടികളുടെ ഭാവിയിലായിരിക്കും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുക. ശരിയാണ്. അപ്പൊ എന്തായാലും 3-4 വർഷം കഴിയുമ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും, എല്ലാവരും ഓക്കെ ആവുമായിരിക്കും അല്ലേ? എല്ലാം ആയേ പറ്റുള്ളൂ. ഇനി കേന്ദ്രത്തിൽ വേറൊരു സർക്കാർ വന്നാലും ഇതിലൊന്നും കാര്യമായ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം 86-ൽ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം 34 കൊല്ലം നമ്മൾ അതാണ് പിന്തുടർന്നത്. അതിനുശേഷം 34 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 86-ൽ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്ന് പുതിയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം എത്ര സർക്കാരുകൾ ഇന്ത്യ ഭരിച്ചു? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ നയത്തിൽ? അതുകൊണ്ട് ഇപ്പോൾ 2020 വന്ന നയം അതൊരു സർക്കാർ അംഗീകരിച്ചാണ്, ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. അങ്ങേയറ്റവാദി വരാവുന്നത് അതിൽ ചില പാഠഭാഗങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടെന്ന് പറയും, അത് നമ്മുടെ രാഷ്ട്രീയത്തിന് സ്വീകാര്യമല്ല എന്ന് പറയും. അല്ലാതെ ഈ പഠന രീതിയിലൊന്നും കാര്യമായ മാറ്റം അത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിൽ 90% ഇങ്ങനെ തന്നെ നിലനിൽക്കുള്ളൂ. അതാണ് ചരിത്രപരമായ ഒരു പാഠവും. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തിന്? വളരെ ഭാഷാവാദം ശക്തമായിട്ടുള്ള തമിഴ്നാട്, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ NEP അവർ സ്വീകരിച്ചു കഴിഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും അവർ അവരുടെ മാതൃഭാഷ പൊക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വഴി കണ്ടെത്താവല്ലോ. NEPയെ നിരാകരിക്കാതെ തന്നെ ഈ മാതൃഭാഷയെ പ്രൊമോട്ട് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താവല്ലോ. തീർച്ചയായും. 4 വർഷ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റേസ് ടു സക്സസിലൂടെ സംസാരിച്ചത്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സർ, താങ്ക് യു സോ മച്ച്. നന്ദി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.